ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോ യൂണിറ്റ് 4-ലെ ആദ്യ പാഠഭാഗമായ മെട്രോ കാ സഫർ എന്നുള്ളതാണ്. അതിനു മുന്നേ നമുക്ക് നമ്മുടെ 0 പേജ് ഒന്ന് നോക്കാം. എങ്കിലാണ് നമ്മുടെ ഈ യൂണിറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, അല്ലേ? ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. എന്തെല്ലാം ചിത്രങ്ങളാണ് കാണുന്നത്? അതെ, ഇവിടെ കുറച്ച് താരീഖി ഇമാറാത്തുകളുടെ ചിത്രമുണ്ട്, അതെ അല്ലേ? ഇവിടെയോ ഒരു ജംഗിളുടെ ചിത്രം കാണുന്നുണ്ട്, അതിൽ കുറേ ജാൻവറുകളൊക്കെ ഉണ്ട്. പിന്നെയോ ഇവിടെ വെള്ളം, അല്ലേ, പാനിയുമായി ബന്ധപ്പെട്ട ചിത്രം, റെയിൽ ഗാഡിയുമായി ബന്ധപ്പെട്ട ചിത്രം, അതുപോലെ തന്നെ ഇവിടെ ഗാഡിയാങ് കാണുന്നുണ്ട്, വാഹനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട്, ആബ്ഷാറുകൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ത് കാണുന്നുണ്ട്? ഒരു റേഗിസ്ഥാൻ, അല്ലേ, മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ആളുകൾ. എന്തിൻ്റെ മേലെയാണ് യാത്ര ചെയ്യുന്നത്? അതെ, ഊണ്ടുപർ, അല്ലേ? ഊണ്ട് പറഞ്ഞാൽ ഒട്ടകം, ഒട്ടകത്തിന് മുകളിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ യൂണിറ്റ് യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അനുദിനം യാത്ര ചെയ്യുന്നവരാണ്, അല്ലേ? വിനോദയാത്രയായും അത്യാവശ്യ യാത്രയായും ഒക്കെ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യാറുള്ളവരാണ്. യാത്ര എല്ലാവർക്കും ഇഷ്ടവുമാണ്, അല്ലേ? ഇഷ്ടമല്ലേ? എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ്. കാരണം യാത്ര നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നൽകും, അല്ലേ? പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ കൂട്ടുകാരെയും ഒക്കെ യാത്ര നമുക്ക് സമ്മാനിക്കാറുണ്ട്. നമ്മുടെ ജീവിതവും ഒരു യാത്ര തന്നെയാണ്, അല്ലേ? അതും കൂടെ നമ്മൾ ഓർക്കണം. ജനനം മുതൽ മരണം വരെയുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മുടെ ജീവിതവും. അതിനിടയിൽ നമ്മൾ പിന്നെ കുറേ യാത്രകൾ പോവാറുണ്ട്, അല്ലേ? കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ പലരെയും കാണാറുണ്ട്, പല പല അനുഭവങ്ങൾ നമുക്ക് ലഭിക്കാറുമുണ്ട്. അപ്പം എന്തായാലും ഇവിടെ 2 വരി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, ആ ഷെയറിൽ എന്താണ് പറയുന്നത് നോക്കാം. മുസാഫിർ ഹേ ഹംബി, മുസാഫിർ ഹോ തുംബി, കിസി മോഡ് പർ പിർ മുലാഖാത്ത് ഹോഗി. എന്താ പറയുന്നത്? മുസാഫിർ യാത്രക്കാരനാണ്, അല്ലേ? യാത്രക്കാരനാണ് ഞങ്ങളും, യാത്രക്കാരാണ് നിങ്ങളും. ഞങ്ങളും യാത്രക്കാരാണ്, നിങ്ങളും യാത്രക്കാരാണ്. കിസി മോഡ് പർ പിർ മുലാഖാത്ത് ഹോഗി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ വെച്ചിട്ട് വീണ്ടും കണ്ടുമുട്ടും, അല്ലേ? നമ്മളെല്ലാവരും യാത്രക്കാർ തന്നെയാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ കണ്ടുമുട്ടൽ ചിലപ്പോൾ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ വരിയിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജീവിതം ജനനം മുതൽ മരണം വരെയുള്ളൊരു യാത്രയാണ്. ഈ യാത്രക്കിടയിൽ പലരെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കണ്ടുമുട്ടാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ ഈ കണ്ടുമുട്ടിയ ആളുകളെ തന്നെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടും, അല്ലേ? കാരണം എന്താ? എല്ലാവരും മുസാഫിറുകളാണ്, എല്ലാവരും ജീവിതത്തിലെ യാത്രക്കാരാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടലുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. മൊഡ്യൂളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെട്രോ കാ സഫർ. അപ്പോൾ ഇവിടെ ഏത് യാത്രയുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നത്? അതെ, മെട്രോയിലെ യാത്ര. അപ്പോൾ മെട്രോയെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അല്ലേ? കേരളത്തിലെ മെട്രോ ഏത് ജില്ലയിലാണുള്ളത്? അതെ, എറണാകുളത്താണുള്ളത്, അല്ലേ? അപ്പോൾ മെട്രോ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഈ ശ്രീധരൻ, അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് മെട്രോ നിർമ്മിച്ച ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ വളരെ വലിയ വാർത്തകളായിരുന്നു. അപ്പോൾ ഇവിടെ മെട്രോയുടെ ഒരു ചിത്രമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, മെട്രോയിലെ യാത്ര എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എന്താണ് സാധാരണ റെയിൽ ഗാഡിയും അതുപോലെ തന്നെ ഈ മെട്രോയിലെ യാത്രയും തമ്മിലുള്ള വ്യത്യാസം? റെയിൽ ഗാഡി ഇങ്ങനെ നമ്മൾ ശരിക്കും എന്താ പറയുക, അത് പാളത്തിലൂടെ അങ്ങനെ പോകുന്നുണ്ട്, അല്ലേ? അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. എങ്കിലും നമ്മൾ മെട്രോ എന്ന് പറയുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ആവേശമാണ്, അല്ലേ? നമുക്കിങ്ങനെ താഴെ കെട്ടിടങ്ങളുടെയൊക്കെ തലയൊക്കെ കാണാൻ പറ്റും, അല്ലേ? അത്രയും മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അത് വേറെ ഒരു അനുഭവമാണ്, ആണല്ലോ.
ഓരോ യാത്രയ്ക്കും ഓരോരോ അനുഭവങ്ങളാണ്. നമ്മൾ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള അനുഭവമല്ല മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ആ അനുഭവമായിരിക്കില്ല നമ്മളൊരു പക്ഷേ തോണിയിലൂടെയോ വഞ്ചിയിലൂടെയോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലേ? അതിൽ നിന്നും വ്യത്യസ്തമാണ് ഹവായി ജഹാസ് അഥവാ വിമാനത്തിലുള്ള യാത്ര. സാധാരണ സൈക്കിളിലുള്ള യാത്ര അത് വേറൊന്നാണ്. അപ്പോൾ ഓരോ യാത്രയ്ക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്, അല്ലേ? ഓരോ യാത്രയ്ക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ മെട്രോ കാ സഫർ എന്നുള്ള പാഠഭാഗത്തിൽ ആരാണ് മെട്രോയിൽ പോയതെന്ന് നമുക്ക് നോക്കാം. മെട്രോയിൽ പോകാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്രയോ, അല്ലേ, ഫോണുകളും ടി വികളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അതിൽ നിന്ന് ഈ മെട്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പാഠഭാഗത്തിലേക്ക് പോകാം. നോക്കൂ. ജോഷ്ന ഗർവാലോं के साथ കൊച്ചിൻ ഷഹർ घूमने गई. ജോഷ്ന വീട്ടുകാരോടൊപ്പം കൊച്ചി പട്ടണം, അല്ലേ, കൊച്ചി പട്ടണം കറങ്ങാനായിട്ട് പോയി, അല്ലെങ്കിൽ കൊച്ചി പട്ടണത്തിലേക്ക് പോയി, അവിടേക്ക് കറങ്ങാൻ പോയി. രാസ്തേ മേ ഉസ്നെ കൈ നസാറെ ദേഖി. വഴിയിൽ, അല്ലെങ്കിൽ ആ യാത്രക്കിടയിൽ എന്ന് ഉദ്ദേശിക്കാം, അല്ലേ? വഴിയിൽ അവൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഷഹർ മേ ഗാഡിയോ കി ഭീഡ് തീ. എന്താ പറയുന്നത്? ടൗണിൽ വാഹനങ്ങളുടെ തിരക്കായിരുന്നു. കൊച്ചിയിൽ യാത്ര ചെയ്തവർക്കറിയാം, അല്ലേ? നമ്മുടെ സാധാരണ ഇവിടെ പോകുന്ന യാത്രയല്ല. എപ്പോഴും വണ്ടി ഇങ്ങനെ ഉരുണ്ടാണ് പോവുക. കാരണം മിക്കവാറും അവിടെ നിറച്ച് തിരക്കാണല്ലേ. റോഡ് മുഴുവൻ വാഹനങ്ങളാണ്. റോഡ് മുഴുവനും വാഹനങ്ങളായിരിക്കും. നിറച്ച് ബ്ലോക്ക് കിട്ടാറുണ്ട്, അല്ലേ? ഫുള്ളിങ്ങനെ മെല്ലെ 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 പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അരമണിക്കൂർ ഇവിടെ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ കൊച്ചിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 1 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ പിടിക്കും. കാരണം എന്താ, ചില സമയങ്ങളിൽ കേട്ടോ, ചില സമയങ്ങളിൽ തിരക്കിനനുസരിച്ച്, ട്രാഫിക്കിനനുസരിച്ചിട്ട് അവിടെ ഇങ്ങനെ ലേറ്റ് ആവാറുണ്ട്. കാരണം കൊച്ചി അത്രയും വലിയൊരു പട്ടണമാണ്, അല്ലേ? കൊച്ചിക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ ദിവസവും അവിടേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും തിരക്കിൻ്റെ റീസൺ. ഇനി ഷാം കോ 7 ബജെ വോ ഘർ വാപ്പസ് ആയി. വൈകുന്നേരം 7 മണിക്ക് അവർ വീട്ടിൽ തിരിച്ചെത്തി. അഗ്ലേ ദിൻ വഹ് സ്കൂൾ പഹുഞ്ചി. പിറ്റേ ദിവസം അവൾ സ്കൂളിലെത്തി. മാലിനി ടീച്ചർ ക്ലാസ് മേ ആയി. മാലിനി ടീച്ചർ ക്ലാസ്സിൽ വന്നു. ടീച്ചറിനെ പൂച്ച. ടീച്ചർ ചോദിച്ചു. ടീച്ചർ എന്താ ചോദിച്ചത്? ടീച്ചർ ചോദിക്കുകയാണ്, ജോഷ്ന കൽ തും കഹാ ഗയി തീ. എന്താ ചോദിച്ചത്? ജോഷ്ന, നീ ഇന്നലെ എവിടെ പോയിരുന്നു, അല്ലേ? എവിടെ പോയിരുന്നു? ജോഷ്ന പറയാണ്, ടീച്ചർ മേ ഗർവാലോं के साथ കൊച്ചിൻ ഗയി തീ. ഞാൻ വീട്ടുകാരോടൊപ്പം കൊച്ചിയിലേക്ക് പോയിരുന്നു. ടീച്ചർ അപ്പോൾ വീണ്ടും പറയുന്നു, അച്ഛാ കൊച്ചിൻ മേ കഹാ കഹാ ഗയി ബേട്ടി. എന്താ പറയുന്നത്? ശരി, കൊച്ചിയിൽ എവിടെയൊക്കെ പോയി മോളെ, അല്ലേ? എവിടെയൊക്കെ പോയി നമ്മൾ സാധാരണ പറയാറില്ലേ, അല്ലേ? എവിടെ പോയി, ഇന്നെവിടെ പോയി എന്ന് പറയുന്ന സമയത്ത് ടീച്ചർ പറയുമല്ലോ, അവിടെ പോയിട്ട് എന്തൊക്കെ കണ്ടു എന്ന് ചോദിക്കില്ലേ, അത് തന്നെ. അപ്പോൾ ജോഷ്ന പറയാണ്, ഷിപ്പ് യാർഡ്, മെറൈൻ ഡ്രൈവ് ഓർ ഹവായി ഉട്ട, അല്ലേ? ഷിപ്പ് യാർഡ്, മെറൈൻ ഡ്രൈവ്, അതുപോലെ തന്നെ ഹവായി ഉട്ട അഥവാ എയർപോർട്ട്. ക്യാ മെട്രോ കാ സഫർ നെഹി കിയ. അപ്പോൾ ടീച്ചർ അടുത്തത് ചോദിക്കുകയാണ്, അല്ലേ? എന്താ, മെട്രോ യാത്ര ചെയ്തില്ലേ, അല്ലെങ്കിൽ മെട്രോയിൽ യാത്ര ചെയ്തില്ലേ? അപ്പോൾ ജോഷ്ന പറയുന്നുണ്ട്, ഹാ ടീച്ചർ ഹംനെ മെട്രോ കാ ബി സഫർ കിയ. അതെ ടീച്ചർ, ഞങ്ങൾ മെട്രോയിലും യാത്ര ചെയ്തു. സഫർ ബഹുത് അച്ചാത്ത. യാത്ര വളരെ നല്ലതായിരുന്നു. അപ്പോൾ ടീച്ചർ പറയാണ്, ഗാഡിയോ കി ഭീഡ് കം കർനെ ഓർ വക്ത് ബച്ചാനെ കെ ലിയെ മെട്രോ കാ സഫർ ബെഹ്തർ ഹെ. എന്താ പറയുന്നത്? ഗാഡിയോ കി ഭീഡ് അഥവാ വാഹനങ്ങളുടെ തിരക്ക് കം കർന കുറയ്ക്കാനും വക്ത് ബച്ചാനെ സമയം ലാഭിക്കാനുമൊക്കെ മെട്രോയിലെ യാത്ര നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, താഴെ മൊത്തം ഇങ്ങനെ വാഹനങ്ങളുടെ തിരക്കായിരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ മെട്രോയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങളുടെ തിരക്കൊക്കെ
ഒരുപാട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഈ വാഹനങ്ങളുടെ തിരക്ക് എന്ന് പറഞ്ഞല്ലോ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് മൊത്തമായിട്ടൊരു വാഹനമായിരുന്നു. പക്ഷേ ഇന്ന് എത്ര ആ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, എത്ര അംഗങ്ങളുണ്ടോ, അതിനനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണവും കൂടുകയാണ്. മനസ്സിലായോ? ഒരുപാട് പണമുള്ള ആളുകളൊക്കെ വീട്ടിൽ അച്ഛനുണ്ടെങ്കിൽ അച്ഛനൊരു വണ്ടി, അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു വണ്ടി, 2 മക്കളാണെങ്കിൽ 2 മക്കൾക്ക് ഓരോരോ വണ്ടികൾ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ യാത്രയ്ക്കും എന്ത് ചെയ്യുകയാണ്? അവനവൻ്റെ ഈ വാഹനങ്ങളെടുത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. മനസ്സിലായോ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും ഒരു വഴിക്കാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ആ ഒരൊറ്റ വണ്ടിയിലായിരിക്കും പോവുക. ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുകയാണ്? പൊതുഗതാഗതത്തിൻ്റെ ഉപയോഗം കുറച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ടുള്ള വണ്ടികളുടെ ആ ഒരു ഉപയോഗം കൂട്ടുകയാണ്. ശരിക്കും പറഞ്ഞാൽ പല ആക്സിഡൻറ്റുകൾക്ക് കാരണവും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ബ്ലോക്കുകൾക്കൊക്കെ മെയിൻ കാരണം, അതുപോലെ തന്നെ പൊല്യൂഷനുള്ള കാരണമൊക്കെയാണിത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പേര് എല്ലാവരും കൂടെ ഒരു വാഹനത്തിൽ പോകുന്നത്, നമ്മൾ 4 വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇത്രയും പൊല്യൂഷനും ഇത്രയും തിരക്കും കൂടുകയല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മളോട്. ഇനി അടുത്തത് എന്താ പറയുന്നത്? ആപ് ടീക് കഹ്തി ഹേ, അല്ലേ? നിങ്ങൾ ശരിയാണ് പറയുന്നത്. ഹം മെട്രോ സേ ഹി ഘർ വാപ്പസായി, ഞങ്ങൾ മെട്രോയിൽ തന്നെയാണ് വീട്ടിൽ തിരിച്ചു വന്നതും, അല്ലെങ്കിൽ മെട്രോയിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വന്നതും, അല്ലേ? അപ്പോൾ ടീച്ചർ പറയാണ്, इससे गाड़ियों की भीड़ से बच सकते हैं और हवाई आलूदगी से भी महफूज रह सकते हैं. അതുകൊണ്ട് വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതേപോലെ ഹവായി ആലൂദഗി എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ വായു മലിനീകരണവും കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ഈ ഓരോരുത്തരും ഓരോ വാഹനങ്ങൾ എടുത്തിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, പരിസരത്തിനുള്ള പ്രശ്നങ്ങൾ, അല്ലേ? ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയനഷ്ടം, വാഹനങ്ങളുടെ തിരക്ക് കാരണം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് കൃത്യസമയത്ത് നമുക്ക് എത്താൻ പറ്റായിക, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളതൊക്കെ മറികടക്കാനായിട്ട് നമ്മൾ പൊതുഗതാഗതം ഉപയോഗിക്കണം എന്നുള്ള ഒരു ആശയം കൂടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കരസ്ഥമാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. മെട്രോയിലെ യാത്ര വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കൊച്ചിയിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പൊതുഗതാഗതത്തിൻ്റെ പ്രാധാന്യം കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. കണ്ടോ, ഇതിലൊക്കെ ബ്ലോക്കൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഓരോരുത്തരും ഓരോരോ വാഹനങ്ങളെടുത്ത് പോകുന്നത് കൊണ്ടാണിത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മൈൻഡിൽ വെക്കുക. ഈ ആശയം കൂടെ നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ എന്തായാലും ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.